ലോജിക് ഗേറ്റ്സ് അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഇന്നത്തോടുകൂടി നമ്മുടെ ഈ ടോപ്പിക്ക് തീരുകയാണ്. നമ്മുടെ ഈ സ്റ്റേറ്റിൻ്റെ സിലബസിനകത്തിൽ അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നുകൊണ്ട് തീരും. കഴിഞ്ഞ ദിവസം കൊണ്ട് CBSE പറഞ്ഞിട്ടുള്ള സർവ്വതും ഞാൻ എടുത്തു തന്നു. ലോജിക് ഗേറ്റ്സ്. വാട്ട് ഈസ് എ ഗേറ്റ്? എന്താണ് ഗേറ്റ് എന്ന് പറയുന്നത്? ഒന്നുകിൽ ഓപ്പൺ ചെയ്യുക ഓർ ക്ലോസ്, ആ രണ്ട് കണ്ടീഷനുള്ള ഒരു ഉപകരണം. ഗേറ്റിന് രണ്ട് സ്റ്റാറ്റസേ ഉള്ളൂ, ഓപ്പൺ ഓർ ക്ലോസ് ഈസ് ദ ടു സ്റ്റാറ്റസ് ഓഫ് എ ഗേറ്റ്. ഗേറ്റ് ഒന്നുകിൽ തുറക്കുക അല്ലെങ്കിൽ അടയ്ക്കുക. തുറക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം ഓപ്പൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓൺ, ക്ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം ഓഫ്. ഗേറ്റിന് ഒരു സ്റ്റാറ്റസേ ഉള്ളൂ, ഒന്നുകിൽ ഓൺ ആക്കുക അല്ലെങ്കിൽ ഓഫ് ആക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിരിക്കുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിരിക്കുക. എന്താണ് ലോജിക് ഗേറ്റ്? സോ വാട്ട് ഈസ് എ ഗേറ്റ് സർക്യൂട്ട്? ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഗേറ്റ് ആണ് പറയുന്നത്. എ ഗേറ്റ് സർക്യൂട്ട് ഈസ് വൺ വിച്ച് ഹാസ് ഐദർ ഓഫ് ദ ടു സ്റ്റാറ്റസ് പോസിബിൾ. ഒന്നുകിൽ ഓൺ ആവാം അല്ലെങ്കിൽ ഓഫ് ആകാം. സോ എ ഗേറ്റ് circuit is one which has only one status in the output, that is either on or off. ഒന്നുകിൽ ഓൺ ആകാം അല്ലെങ്കിൽ ഓഫ് ആകാം. ഓൺ എന്നുള്ളതിന് പകരം നമുക്ക് പറയാവുന്ന വേറൊരു വാക്ക് എന്ന് പറഞ്ഞത് യെസ് ഓർ നോ. നീ കയറണ്ട അല്ലെങ്കിൽ കയറിക്കോ. ഞാൻ ഗേറ്റ് തുറന്നു തരാം, നീ കയറിക്കോ അല്ലെങ്കിൽ ഗേറ്റ് തുറന്നു തരൂല. യെസ് ഓർ നോ, ഓൺ ഓർ ഓഫ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിൽ ഔട്ട്പുട്ടിൽ ഒരു സ്റ്റാറ്റസ് മാത്രമുള്ള സർക്യൂട്ടുകൾക്ക് പറഞ്ഞ പേരാണ് ഗേറ്റ് സർക്യൂട്ട്. എ സിമ്പിൾ ഗേറ്റ് സർക്യൂട്ട് ഈസ് എ സ്വിച്ച്. ഒരു സ്വിച്ച് നോക്കിയാൽ ലൈറ്റ്, ഒരു ബൾബ് ഒരു ഗേറ്റ് സർക്യൂട്ടാണ്. ഒന്നുകിൽ കത്തും അല്ലെങ്കിൽ കത്തൂല. സിമ്പിളായിട്ട് പറയുന്ന ഒരു ഗേറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് അത് ഒന്നുകിൽ കത്തും അല്ലെങ്കിൽ കത്തില്ല. ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിച്ചു, കഴിച്ചില്ല, കഴിക്കും, അതൊക്കെ പല സ്റ്റാറ്റസ് ആവും. പക്ഷെ ബൾബ് ഞാൻ കുറച്ച് നേരം കത്താമെന്നല്ല പറയുന്നത്. ഒന്നുകിൽ ബൾബ് കത്താം അല്ലെങ്കിൽ കത്തുന്നില്ല. സ്വിച്ച് ഒന്നുകിൽ ഓൺ ആക്കാം അല്ലെങ്കിൽ ഓഫ് ആക്കാം. സോ എ ഗേറ്റ് സർക്യൂട്ട് ഈസ് വൺ വിച്ച് ഹാസ് ഓൺലി വൺ സ്റ്റാറ്റസ്. ഔട്ട്പുട്ടിന് ഒരു സ്റ്റാറ്റസേ കാണൂ, ഐദർ ഓൺ ഓർ ഓഫ്. Then what is meant by logic gate? ലോജിക്കിന് അർത്ഥം എന്താ? ലോജിക്, അവന് നല്ല ലോജിക്കാണ്. അവ ഒരു ലോജിക്ക് ഇല്ലാത്തൊരുത്തായി. ലോജിക് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ, ഇന്റലക്ച്വൽ. ഇപ്പൊ ലോജിക് ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഗേറ്റ് ബുദ്ധിപരമായ ഒരു ഗേറ്റാണ്. വെറുതെ തുറക്കൂല, വെറുതെ അടയില്ല. തുറക്കണോ വേണ്ടേ ഒന്ന് തീരുമാനിച്ചിട്ടേ അടയും അല്ലെങ്കിൽ തുറക്കൂ. സോ എ ലോജിക് ഗേറ്റ് ഈസ് എ ഗേറ്റ് സർക്യൂട്ട് വെയർ എ ലോജിക്കൽ, ബുദ്ധിപരമായ ലോജിക്കൽ റിലേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ചില ലോജിക്കൽ റിലേഷൻസ് ഉണ്ടാവും, ചില ബന്ധങ്ങളുണ്ടാവും. ചില ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുത്തിട്ട് ഒന്നുകിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്, ഒന്നുകിൽ ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ്, ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ്. യെസ്, നാളെ തൊട്ട് ഞാൻ ജോലിക്ക് വരട്ടോ, ഞാൻ കുറേ നേരം, നീ നാളെ തൊട്ട് വാടേ എന്നല്ല പറഞ്ഞത്, കുറേ നേരം ആലോചിക്കും. അതാണ് ലോജിക്കൽ റിലേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അങ്ങനെ ബുദ്ധിപരമായ റിലേഷൻ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇടയിലുള്ള സർക്യൂട്ടുകൾക്കാണ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. ലോജിക് ഗേറ്റ്. സോ ഗേറ്റ് ഈസ് എ സിസ്റ്റം which has only two status, either open or close.
A gate circuit is one. It is a circuit. It's an electric or electronic circuit which has only one status in the output, that is either on or off, yes or no. The logic gate means gate logic whenever there is a logical relation between input and output. Input and output or logical relation, it is called a logic. So a gate circuit is where a logical relation exists between the input and output. There are 3 logical relations. 3 logical relations. ബുദ്ധിപരമായ 3 തീരുമാനങ്ങൾ, 3 തരത്തിലുള്ള റിലേഷൻസ് ഇന്ന് വരെ ഇലക്ട്രോണിക്കലി കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, അല്ല, ഓർ ആൻഡ് നോട്ട്. ഈ 3 ഗേറ്റേ ആകുള്ളൂ. ആയിരക്കണക്കിന് ഗേറ്റ് ഈ 3 ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കാണുന്ന ടെലിവിഷനകത്ത് കാണുന്ന സർക്യൂട്ട്, മ്യൂട്ട്, റിമോട്ട് കൺട്രോൾ ഒക്കെ ശരിക്കും ലോജിക്കലാണ്. ഇന്ന് ഞെക്കിയാൽ TV തീരുമാനിക്കാൻ തരണോ വേണ്ടതെന്ന്. അതാണ് കാരണം. നമ്മളെ കമ്പ്യൂട്ടറിന്റെ കീബോർഡ് ഒരു ലോജിക് ഗേറ്റാണ്. ആയിരക്കണക്കിന് ഗേറ്റ് സർക്യൂട്ടുകൾ നമുക്ക് ഈ 3 ബേസിക് ഗേറ്റ് വെച്ചുള്ള, അതിന് പറഞ്ഞ ആൻഡ് ബാക്കി വരുന്ന കോമ്പിനേഷൻ ഗേറ്റ്സ്. കോമ്പിനേഷൻ എടുക്കാൻ പറ്റും. കോമ്പിനേഷൻ ഗേറ്റ് അത് ആയിരക്കണക്കിന്, 10,000കണക്കിനുണ്ട്. അതിന് എണ്ണമില്ല. എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ള കാര്യം. ശരി, ഇനി ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. OR gate. It is a logic gate which has 2 inputs and only 1 output. എല്ലാ ഗേറ്റിനും ഒരു ഔട്ട്പുട്ടേ കാണൂ. ഇൻപുട്ട് എത്ര വേണമെങ്കിലും ആകാം. ഇൻപുട്ട് എത്ര വേണമെങ്കിലും ആകാം. പക്ഷെ ഓർ ഗേറ്റിന് 2 ഇൻപുട്ടേ ഉള്ളൂ. ഓർ ഗേറ്റിന് 2 ഇൻപുട്ടും 1 ഔട്ട്പുട്ടും മാത്രം. ഓർ ഗേറ്റ്, ഓർ എന്ന് പറയുമ്പോഴത്തേക്ക് A or B. So it is a logic gate which has 2 inputs and only 1 output. It performs only OR operation. OR operation. It performs OR operation. ഇതിന്റെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഇതിന്റെ സിമ്പൽ. ഓർ എന്ന് പറഞ്ഞാൽ എയോ ബിയോ, രണ്ടിലാരെങ്കിലും ഒരാൾ. ഞാൻ അതിൻ്റെ ഒരു സിമ്പിളായിട്ട് ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇത് വളരെ ഈ ലോജിക്ക് എന്ന് പറഞ്ഞത് വളരെ സിമ്പിളാണ് പഠിക്കാനായിട്ട്. വളരെ ലളിതമായ ഒരു ചാപ്റ്ററാണത്. നമ്മൾ MSc പഠിക്കുമ്പോഴും വളരെ ലളിതമായിരുന്നു. പക്ഷെ ആരും പറഞ്ഞു തരാത്തതുകൊണ്ട് അകത്തോട്ടൊന്നും മനസ്സിലായില്ല. കുറേ കാണാൻ പഠിച്ചു. ഇത് പിന്നെയും ഈ ലോജിക് ഗേറ്റ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായി. കമ്മ്യൂണിക്കേഷനകത്ത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫുള്ള് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ അതിന് പുറമെ ആൻറ്റനാസ്, സാറ്റലൈറ്റ്സ്, അതിനകത്തുള്ള പ്രോസസ്സുകൾ ഒരു കുന്തവും മനസ്സിലായില്ല. കുറേയൊക്കെ കാണാൻ പഠിച്ചു. ഭാഗ്യത്തിനൊക്കെ ജയിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ കിട്ടി ഭാഗ്യം കൊണ്ട്. ഞാൻ MSc ചേരുന്ന വർഷമായിരുന്നു ഈ സിലബസ് മാറി ഈ ബുക്കൊക്കെ ആദ്യമായിട്ട് വരുന്നത്. അപ്പം ടെക്സ്റ്റും അവൈലബിൾ അല്ല. സാറന്മാർ, നമ്മളെ പഠിപ്പിച്ച സാറന്മാരെല്ലാം പഴയ സാറന്മാരാണ്. അവർക്ക് ആർക്ക് ഈ ടോപ്പിക് എന്ന് പറഞ്ഞുകൂടാ. അപ്ഡേഷൻ വന്ന വർഷമായിരുന്നു. SI സിസ്റ്റം ഞാൻ BSc പഠിക്കുമ്പോഴാണ്, സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് SI സിസ്റ്റം വരുന്നത്. ആ SI സിസ്റ്റത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സിലബസ് അപ്ഡേഷൻ നടന്നത് 1984-ലാണ്. 84-ലാണ് ഞാൻ MSc പഠിക്കുന്നത്. ആ വർഷമാണ് ഞാൻ ട്യൂഷൻ തുടങ്ങുന്നത്. അപ്പം ഇതൊക്കെ പഠിക്കേണ്ടി വന്നു. ആരും പഠിപ്പിക്കാനില്ല. ഊപാട് വെച്ചു പോയി. പക്ഷെ പിന്നീട് നോക്കുമ്പോഴത്തേക്കാണ് ഇതൊക്കെ വളരെ എളുപ്പമായിരുന്നു എന്ന് മനസ്സിലായി. ഓർ ഓപ്പറേഷൻ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് സിമ്പൽ പഠിക്കണം. ട്രൂത്ത് ടേബിൾ എന്താണെന്ന് പറഞ്ഞു തരാം. ട്രൂത്ത് ടേബിൾ, പിന്നെ ബൂളിയൻ എക്സ്പ്രഷൻ. ഈ ബൂളിയൻ എക്സ്പ്രഷനൊക്കെ ബൂളിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞ് തന്നെ ഞാൻ ഒരു പേപ്പർ നമുക്ക് ഇതിൻ്റെ പാർട്ട് പഠിക്കാനുണ്ടായിരുന്നു. ബൂളിയൻ ആൾജിബ്ര. അതിനകത്തുനിന്ന് ഈ ഡിജിറ്റൽ കൺവേർഷന് 1100 11 10 ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഡിജിറ്റൽ കോഡിംഗ് എന്ന് പറയും. ആ കോഡിംഗ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഇന്ന് എനിക്കൊന്നും ഓർമ്മയില്ല.
കാരണം ഞാൻ MSc പഠിച്ചിറങ്ങിയിട്ട് 37 വർഷമായി. എനിക്ക് ഒരു പിടിയുമില്ല, എല്ലാം മറന്നുപോയി. ബൂളിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞൊരു പേപ്പർ തന്നെ നമുക്ക് ഇതിനോടൊപ്പം സപ്ലിമെൻ്ററി ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ 25 എന്നൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഡിവൈഡ് ചെയ്ത് 0, 1, 0, 1 എഴുതാൻ പറ്റും. ആ തരത്തിലുള്ള കോഡിംഗ് തന്നെയാണ് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിലും ചെയ്യുന്നത്. ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് ശരിക്കും ഇതിൻ്റെ വേറൊരു ഭാഗം തന്നെയാണ്. ഇനി ഇതിൻ്റെ സിമ്പൽ. സിമ്പൽ വരച്ച് പറഞ്ഞു തരാനേ എനിക്ക് പറ്റും. വരയ്ക്കുമ്പോൾ എത്രത്തോളം കിട്ടും എന്ന് എനിക്കറിയില്ല. ഇതിന് 2 ഇൻപുട്ടാണ്. ഒരു ഔട്ട്പുട്ടും. ഇങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു ചെറിയ വളവുണ്ട്. ആ വളവ് വരയ്ക്കാൻ ഇത്തിരി ചെറിയ ബുദ്ധിമുട്ടാണ്. ഞാൻ വേണമെങ്കിൽ ഒന്ന് വരച്ച് നോക്കാം. ഭംഗി പോരാ. ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനി 2 ഇൻപുട്ടാണ്. കർവുകളൊക്കെ വരയ്ക്കാനൊരു ചെറിയ പ്രയാസം ഇതിനകത്തുണ്ട്. ഒരു ഔട്ട്പുട്ടും. ഇതാണ് ഓർ ഗേറ്റ്. ഓർ എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലസ് എന്നാണ് അതിൻ്റെ സിമ്പിളിൻ്റെ അർത്ഥം, പ്ലസ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഒരു പ്ലസ് ഇട്ടേക്കും അവിടെ. ഇതാണ് ഓർ ഗേറ്റ്. ഇതിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് എ, ബി. എളുപ്പമാണ് കേട്ടോ, വളരെ ലളിതമായത്. ഔട്ട്പുട്ടിന് നമ്മൾ എപ്പോഴും പറയുന്നത് യെസ് എന്നാണ് പറയുന്നത്. യെസ്. വൈ ഈസ് ദി ഔട്ട്പുട്ട്. അപ്പോൾ ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. ഇത് ഔട്ട്പുട്ട്. ഇനി ഇതാണ് സിമ്പൽ. ഈ സിമ്പൽ വരയ്ക്കാൻ ചോദിക്കുന്നത് സിമ്പൽ. ഇറ്റ് ഈസ് കോൾഡ് സിമ്പൽ. എല്ലാ ഗേറ്റിനെയും സിമ്പൽ നമ്മൾ പഠിക്കണം. സിമ്പൽ. അത് കുഴപ്പമില്ല, അതൊക്കെ കിട്ടും. സിമ്പൽ. ഇനി എൻ്റെ താഴെ ഈ ഗേറ്റ്, ഇതാണ് ഓർ ഗേറ്റ്. വേണമെങ്കിൽ എനിക്കൊരു കോളത്തിനകത്ത് ഞാൻ ഇടാം, ഒരു ഓർ ഗേറ്റ്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ y ഈസ് ഈക്വൽ ടു a പ്ലസ് b ഈസ് ദി ബൂളിയൻ എക്സ്പ്രഷൻ. ബൂളിയൻ എക്സ്പ്രഷൻ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയാൻ കാരണം ഈ ഗേറ്റ് എന്താണോ ഒബേ ചെയ്യേണ്ടത് ആ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഈസ് കാൾഡ് ബൂളിയൻ എക്സ്പ്രഷൻ. ഔട്ട്പുട്ട് എങ്ങനെയാണ്? എയും ബിയും ഓർ, അതായത് എ ഓർ ബി ആണ് ഔട്ട്പുട്ട്. എ വൈ എന്ന് പറഞ്ഞത് ഔട്ട്പുട്ട് ഈക്വൽസ് എ ഓർ ബി. ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ്. എ ഓർ ബി ഈസ് ദ ബൂളിയൻ എക്സ്പ്രഷൻ. സിമ്പിൾ. ഇത് നോക്കിയൊക്കെ പറഞ്ഞാൽ മതി.
ഇതേപോലെ തന്നെ ഒരു സാധനം കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ റെപ്രസെന്റ്സ് എ കോമ്പിനേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എങ്ങനെയൊക്കെ ആകാം എന്ന് പറയുന്ന ടേബിളാണ് ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് എന്ന് പറയാൻ കാരണം ഈ ടേബിളിൽ പറയുന്ന കാര്യങ്ങൾ ഇവൻ ഒബേ ചെയ്യും. എ ട്രൂത്ത് ടേബിൾ ഈസ് എ ടേബിൾ ഓഫ് കോമ്പിനേഷൻസ് between the inputs and the inputs and outputs that the gate must obey 100%. 100% അത് ഒബേ ചെയ്യും. അത് ഒബേ ചെയ്തിരിക്കാൻ ഒരിക്കലും പറ്റില്ല. അത് എഴുതുമ്പോഴത്തേക്ക് ടേബിളാണ്. അപ്പോൾ ഒരു ടേബിൾ വരച്ചു വേണം പറയാനുണ്ട്. ഒരു ടേബിൾ വരയ്ക്കണം ആദ്യം. എ ബി ഔട്ട്പുട്ട്. ശരിക്കും ഇങ്ങനെ ഒരു കോളം വേണ്ട, അവിടെ കിടന്നോട്ട്. എ ബി ഔട്ട്പുട്ട് വൈ. ഇപ്പം എ എന്ന് പറഞ്ഞ അച്ഛൻ, ബി എന്ന് പറഞ്ഞ അമ്മ, വൈ എന്ന് പറഞ്ഞത് ചെറുക്കനെ ക്ലാസ്സിൽ കയറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടുത്തെ ഒന്നും പഠിക്കുന്നില്ല, വല്ലപ്പോഴും ക്ലാസ്സിൽ വരും, പഠിക്കുകയില്ല, ഒന്നുമില്ല. അപ്പോൾ അവൻ്റെ സാറ് ഓർ സാറാണ്. അങ്ങനെ ആ സാറിൻ്റെ സ്വഭാവം ഓർഗേറ്റാണ്. സാറ് പറഞ്ഞു, നീ അച്ഛനെയോ അമ്മയെയോ ആരെങ്കിലും കൊണ്ടുവന്നാൽ ഞാൻ നിന്നെ ക്ലാസ്സിൽ കയറ്റാം. മനസ്സിലോർത്തിരിക്കുക, അച്ഛനെയോ അമ്മയെയോ ആരെങ്കിലും ഒരാളെ, കാരണം സാറിൻ്റെ സ്വഭാവം ഓർഗേറ്റാണ്. ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്നാൽ നിന്നെ ഞാൻ ക്ലാസ്സിൽ കയറ്റാം. ഒന്നാമത്തെ കോമ്പിനേഷൻ അച്ഛൻ വന്നില്ല, അമ്മയും വന്നില്ല, ചെറുക്കനെ ക്ലാസ്സിൽ കയറ്റിയതുമില്ല. അടുത്ത ദിവസം അച്ഛൻ വന്നു, അമ്മ വന്നില്ല. പക്ഷെ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. ചെറുക്കനെ ക്ലാസ്സിൽ കയറ്റി. അതിൻ്റെ അടുത്ത ദിവസം അച്ഛൻ വന്നില്ല, അമ്മ വന്നു, ചെറുക്കനെ ക്ലാസ്സിൽ കയറ്റി. ഇതാണ് ശരിക്കും പറഞ്ഞ ഓർ. പക്ഷേ നമുക്കിവിടെ അച്ഛനെയും കൊണ്ടുവന്നു ഇന്ത്യയിൽ, അമ്മയും കൊണ്ടുവന്നു, അവനെ ക്ലാസ്സിലും കയറ്റി. എന്ത് ചെയ്താലും ക്ലാസ്സിൽ കയറ്റും. അതാണ് കുഴപ്പം. ഓർ എന്ന് പറഞ്ഞാൽ രണ്ടിൽ ആരെങ്കിലും ഒരാളെ വരാവൂ, രണ്ടുപേരും കൂടെ വരാൻ പറഞ്ഞില്ല. അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞാൽ ഓർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ സാറിന് സർക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എ ഓർ ബി ആണെങ്കിലും അതിനകത്ത് ഒരു ഓറിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനോട് എക്സ്ട്രാ വരും. അതും കൂടെ വളരെക്കണം. അച്ഛൻ വന്നില്ല, അമ്മ വന്നില്ല, ചെറുക്കനെ ക്ലാസ്സിൽ കയറ്റിയില്ല. അച്ഛൻ വന്നു, അമ്മ വന്നില്ല, ഓർ ആയതുകൊണ്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. അച്ഛൻ വന്നില്ല, അമ്മ വന്നു, ഓർ ആയതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു. അച്ഛനെയും കൊണ്ടുവന്നു, അമ്മയും വിളിച്ചുകൊണ്ട് വന്നു. സാറ് വെറും പാവം, അതുകൊണ്ട് അവനെ ക്ലാസ്സിൽ കയറ്റി. ഞാനാണെങ്കിൽ ക്ലാസ്സിൽ കയറ്റില്ല, കാരണം ഞാൻ ഓർന്നാണ് പറഞ്ഞത്. നീ എന്തിന് രണ്ടിനെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നു? സായിപ്പന്മാർ കയറ്റില്ല. അവിടെ ഓർ എന്ന് പറഞ്ഞാൽ ഓർ തന്നെയാണ്. ഇവിടെ ഓർ എന്ന് പറഞ്ഞിരുന്നാൽ എല്ലാം എന്തുകൊണ്ട് കാണിക്കും. അതാണ്. മറ്റു രാജ്യങ്ങളിൽ പറ്റില്ല, പക്ഷെ ഇന്ത്യയിൽ പറ്റും. ഇത് ഇന്ത്യൻ ട്രൂത്ത് ടേബിൾ എന്ന് പറയും. ഇതാണ്. അപ്പോൾ നമുക്ക് പരീക്ഷ ചോദിക്കുന്നത് സിമ്പിൾ ബൂളിയൻ എക്സ്പ്രഷൻ ട്രൂത്ത് ടേബിൾ. എത്ര സിമ്പിളാന്ന് നോക്കിയാൽ 0 0 0 1 0 1 0 1 1 1 1. അതായത് ഒരു സീറോയും ബാക്കിയല്ല. ഔട്ട്പുട്ട് 3 പ്രാവശ്യമുണ്ട്, ഒരു പ്രാവശ്യമില്ല. അച്ഛൻ വന്നില്ല, അമ്മ വന്നില്ല, ക്ലാസ്സിൽ കയറ്റിയില്ല. അച്ഛൻ വന്നു, അമ്മ വന്നില്ല, പക്ഷെ ഓറായതുകൊണ്ട് ക്ലാസ്സിൽ കയറിക്കും. അച്ഛൻ വന്നില്ല, അമ്മ വന്നു, നീ കയറിക്കും. അച്ഛനും വന്നു, അമ്മയും വന്നു, ചെറുക്കനെ ക്ലാസ്സിലും കയറ്റി. സിമ്പിൾ. ഇതാണ് ഓർ ഗേറ്റ്. മനസ്സിലായല്ലോ? സോ ഓർ ഗേറ്റ് ഈസ് എ ലോജിക്കൽ ഗേറ്റ്. അവിടെ ഇൻപുട്ട്, ഈ ഔട്ട്പുട്ട് തരണത് ഇൻപുട്ടിനെ നോക്കിയിട്ടാണ് തരണത്. ഇവിടെ ഒരു ബന്ധമുണ്ട്, ആരെങ്കിലും ഒരാൾ വരണമെന്നുള്ളതാണ് ബന്ധം. ഇനി 2 ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഇറ്റ് പെർഫോംസ് ദി ഓർ ഓപ്പറേഷൻ. സിമ്പിൾ ഇതാണ്, ട്രൂത്ത് ടേബിൾ ഇതാണ്.
ട്രൂത്ത് ടേബിൾ ഇതാണ്. ഇതതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷന് പറഞ്ഞ പേരാണ് ബൂളിയൻ എക്സ്പ്രഷൻ, ബൂളിയൻ അൾജിബ്ര. ഉഗ്രൻ സാധനമാണ് പഠിക്കാൻ. ഒരുപാട് കൺവേർഷൻസും ലീനിയർ വൈ ലീനിയർ ഇങ്ങനെ ഒരു 300 സാധനമുണ്ട്. അൾജിബ്ര പോലത്തെ ഒരു സാധനമാണ് ബൂളിയൻ അൾജിബ്ര. നമ്മളെ ശരിക്കും പറഞ്ഞാൽ വെക്ടർ അഡീഷൻ പോലെയോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലസ് പോലത്തെ ഒരു സാധനമാണ്. വലിയ ബുക്കാണ്, ഒരുപാട് ഒരു ബുക്കാണ് ബൂളിയൻ എക്സ്പ്രഷൻ. ഇത്രയും ക്ലിയർ ആയോ പിള്ളേരെ? ഷാലിഹ മുബാരഖ. ഓക്കെ. സൗരവേ ഇന്ന് ക്ലാസ്സിലുണ്ടോ? സൗരവേ ഓക്കെ, നല്ല ക്ലിയർ ആയി കാണും. ശരി, ഓക്കെ. നന്ദനേഷ് കുമാർജി. മീനാക്ഷി വന്നോ? മീനാക്ഷി എന്തേ താമസിച്ചേ? ഞാൻ മീനാക്ഷി വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ശരി, നമുക്കിനി രണ്ടാമത്തെ ഇതിൽ പോവാം. രണ്ടാമത്തത് ആന്റിഗേറ്റ്. is a logical gate which has two inputs and only one output. It performs the AND operation. It performs the AND operation. ആൻഡ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ, അച്ഛനോ അമ്മയോ, ആൻഡ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും, ആൻഡ് എന്ന് പറയുമ്പോൾ അച്ഛനും വരണം അമ്മയും വരണം. ആരെങ്കിലും ഒരാൾ വന്നാൽ ക്ലാസ്സിൽ കയറ്റൂല. അച്ഛനും അമ്മയും രണ്ടുപേരും കൂടെ വന്നാൽ ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഗുണിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ആരെങ്കിലും ഒരാൾ പൂജ്യമായാൽ റിസൾട്ട് ഇല്ല. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ചോദിക്കണമെങ്കിൽ ഡോട്ടാണ്, ഡോട്ട് പ്രോഡക്റ്റ്, ഡോട്ട്. ഇറ്റ് പെർഫോംസ് ദി ആൻഡ് ഓപ്പറേഷൻ. ദ സിമ്പിൾ Boolean expression and truth table etc. are as shown below. സിമ്പിൾ എന്ന് പറയുന്നത് ഡി എഴുതും പോലെ എഴുതുക. ഡി അതൊക്കെ എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ്, വരയ്ക്കാനേ പറ്റും. ഇത്രയും നീളമൊന്നും വേണമെന്നില്ല. വലിയ കുഴപ്പമില്ല. ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഇൻപുട്ട്, only one output. ഇത് അതിൻ്റെ പ്രോസസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു ഡോട്ട് ഇട്ട് വയ്ക്കും. നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് അവിടെ ഇട്ട പ്ലസ് ആണ് ഇടേണ്ടത്. പ്ലസ് ആണ് അതിൻ്റെ പേര് ഇവിടെ ഡോട്ട് ആയിരിക്കും ഇടുക. ഞാൻ കഴിഞ്ഞ സൺഡേ എൻട്രൻസ് ക്ലാസ് ഒരുപാട് പ്രോബ്ലംസ് നന്നായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാനിരുന്ന് എൻ്റെ ക്ലാസ് ഞാൻ ഒന്ന് കണ്ടു നോക്കി. ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ എത്രയും നന്നായിട്ടൊക്കെ വരച്ച് പറഞ്ഞു തന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യും. നിങ്ങളത് ഒരിക്കൽ കൂടെ നോക്കി പഠിക്കണേ പിള്ളേരെ. ഞാൻ റീഡ് ടെലികാസ്റ്റിൽ ഇട്ടിട്ടുണ്ടേ. ഇതിൻ്റെ താഴെ എഴുതേണ്ടത് ആൻഡ് ഗേറ്റ്.
ഒരു രസവട തന്ന് എൻ്റെ ഊപ്പാട് വച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി എൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്തുവാ? എൻ്റെ ഇക്വേഷൻ എന്തുവാ? y is equal to a and b. a and b is y. എയും ബിയും കൂടെ എ ആൻഡ് ബി ആണ് y. നേരത്തെ പറഞ്ഞത് എ ഓർ ബി എന്ന് പറഞ്ഞു, കണ്ട? എ ഓർ ബി. ഇവിടെ വരുമ്പോഴത്തേക്ക് എ ആൻഡ് ബി. അവിടെ ആൻഡ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരു പുത്തട്ടിനെ കൊടുക്കാൻ. ഓക്കെ, ഇതിന് വേണമെങ്കിൽ അങ്ങ് എടുത്ത് കളയാം. അത് മായൂല. ഓക്കെ, is the Boolean expression, is the Boolean expression. ഇനി ടേബിൾ വരയ്ക്കണം. ടേബിൾ അതുപോലെ പിന്നെ വരയ്ക്കാം നമുക്ക്. ഇവിടെ ഇങ്ങനെ ആദ്യം എഴുതാം. എ, ബി, പി. എ എന്ന് പറഞ്ഞ അച്ഛൻ, ബി എന്ന് പറഞ്ഞ അമ്മ, ഒ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ കയറ്റും ഇല്ല എന്നുള്ളതാണ്. സാറാണത്, ക്ലാസ് ടീച്ചറാണ് തീരുമാനിക്കുന്നത്. അച്ഛൻ വന്നില്ല, അമ്മ വന്നില്ല, ചെറുക്കനെ ക്ലാസ്സിൽ കയറ്റിയില്ല. അച്ഛൻ വന്നു, അമ്മ വന്നില്ല, കയറ്റൂല. കാരണം ആൻഡ് എന്നാണ് പറഞ്ഞത്. നീ അച്ഛനെയും അമ്മയും കൂടെ വിളിച്ചോണ്ടേ, എടാ നാളെ നീ രണ്ടുപേരും വിളിച്ചോണ്ടേ, നീ അച്ഛനും അമ്മയും കൂടെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഞാൻ ചെയ്തില്ല അവൻ. കാരണം അച്ഛനും അമ്മയും തമ്മിൽ ശരിയല്ല. അടുത്ത ദിവസം അച്ഛൻ വന്നില്ല, അമ്മ വന്നു, കയറ്റൂല. അതിൻ്റെ അടുത്ത ദിവസം തീരെ നിവൃത്തിയില്ല, അച്ഛനും വന്നു, അമ്മയും വന്നു, ചെറുക്കനെ ക്ലാസ്സിലും കയറ്റി. വെരി സിമ്പിൾ. ചില വീട്ടിൽ അച്ഛനും അമ്മയും ഓർ ഗേറ്റ് ആണ്, ചില സ്ഥലങ്ങളിൽ ആൻഡ് ഗേറ്റ് ആണ്. ചില ഗേറ്റ് ഈസ് എ ലോജിക്കൽ ഗേറ്റ് വിച്ച് ഹാസ് 2 ഇൻപുട്സ് ആൻഡ് ഓൺലി 1 ഔട്ട്പുട്ട്. ഇറ്റ് പെർഫോംസ് ദി ആൻഡ് ഓപ്പറേഷൻ. എന്നാണ് സിമ്പിൾ. ആൻഡ് ആയതുകൊണ്ട് ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഡോട്ട് എന്ന് പറഞ്ഞാൽ കുത്ത്, പ്രോഡക്റ്റ് എന്നുള്ളത്. ബൂളിയൻ എക്സ്പ്രഷൻ ആൻഡ് ട്രൂത്ത് ടേബിൾ. ബൂളിയൻ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൂളിയൻ എക്സ്പ്രഷൻ്റെ കുത്തിനെ കാണാനില്ല. കുത്തിനെ ആരും എടുത്തുണ്ട്. അല്ല, കുത്തിനെ ഇപ്പം ഈ കൊണ്ടുവരാം, ഇവിടെ കൊണ്ടുവരാം. ഇതാ ഉണ്ടാ. ഓക്കെ, ആൻഡ് അതിൻ്റെ ടേബിൾ ഇതാണ്. അച്ഛൻ വന്നില്ല, അമ്മ വന്നില്ല, ക്ലാസ്സിൽ കയറ്റിയില്ല. അച്ഛൻ വന്നു, തള്ള വന്നില്ല, ക്ലാസ്സിൽ കയറ്റിയില്ല. അച്ഛൻ വന്നില്ല, അമ്മ വന്നു, ക്ലാസ്സിൽ കയറ്റില്ല. അച്ഛനും വന്നു, അമ്മയും വന്നു, ചെറുക്കൻ ക്ലാസ്സിൽ കയറുകയും ചെയ്തു. ചില സാറന്മാർ ആൻഡ് സ്വഭാവം, ചില സാറന്മാർ ഓർ ഗേറ്റ്, ചില പ്രിൻസിപ്പിൾ നാൻഡ് ഗേറ്റ്. നോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല, നിൽ എന്നാണ് അർത്ഥം. നിൽ, ഇല്ല, നെഗറ്റീവ് ക്യാരക്ടറാണ് നോട്ട്. നെഗറ്റീവ് ക്യാരക്ടറാണ്. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്. നീ പോയിരുന്ന് പഠിക്കടാന്ന് പറഞ്ഞാൽ പഠിക്കൂല, എന്നാൽ നീ പഠിക്കണ്ട എന്ന് ഞാൻ പഠിക്കും. എന്തിനും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം, അതാണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ലോജിക്കൽ ഗേറ്റ് വിച്ച് ഹാസ് only 1 input and 1 output. ഔട്ട്പുട്ട് എപ്പോഴും ഒന്നേ കാണുള്ളൂ. ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ട്, അത്രയേ ഉള്ളൂ. അതാണ് നോട്ട് ഗേറ്റ്. ഇറ്റ് പെർഫോംസ് the not operation, that is negative character. അതിന് പറഞ്ഞ ഇൻവെർട്ടർ. തലകുത്തനാക്കിക്കളായി. ജയിക്കുമെന്ന് പറഞ്ഞാൽ നീ തോക്കുമെന്ന് പറഞ്ഞാൽ. നോട്ട് ഗേറ്റ്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്. അങ്ങനത്തെ സ്വഭാവം നോട്ട് ഗേറ്റ്. അതിൻ്റെ സിമ്പൽ ട്രയാങ്കിൾ പോലെ വരയ്ക്കും.
അടുത്ത പേജ് കാണുമോ? ഞാൻ കുറച്ച് ഗ്രാഫൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതൊന്നും എല്ലാം ഒന്നും വേണ്ട കേട്ടോ. ഞാൻ ഈ പഠിച്ച് പേപ്പറായതുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എല്ലാം ഒന്നും വേണ്ട. മുമ്പ് ഞാൻ സർക്യൂട്ടൊക്കെ കൊടുക്കുമായിരുന്നു പിള്ളേർക്ക്. പിന്നെ അത് പിള്ളേർക്ക് ഇങ്ങനെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ അത് മതിയാക്കി. ഒരു ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട്, ഒരു ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട്. ഇതിന്റെ സിമ്പിൾ എന്നെ നടുക്ക് ഒരു മൈനസ് വരെയും കിട്ടുക. മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് കാണിക്കാനുള്ള ഒരു മൈനസ് സൈൻ ഇടും. മൈനസ് സൈൻ. അപ്പോൾ ഒന്നിൽ പ്ലസ്, വേറൊന്നിൽ കുത്ത്, ഇതിന്റെ അപ്പുറത്ത് ഇടുന്ന ഒരു മൈനസ് സൈൻ. നോട്ട് ഗേറ്റ്. ഇതിന്റെ ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു എ നോട്ട്. y ഈസ് ഈക്വൽ ടു എ നോട്ട്. നോട്ട് എന്ന് പറഞ്ഞാൽ മുകളിലൊരു വര. എ അല്ല. ആ വരയിട്ടാൽ എൻ്റെ അർത്ഥം നെഗറ്റീവ് ആയി എന്നാണ്. y ഈസ് ഈക്വൽ ടു എ നോട്ട് എന്ന് പറയും. എ നോട്ട് എന്നാണ് നോട്ട് ഗേറ്റ്. എ എന്താണോ അതല്ല y എന്നർത്ഥം. ഇതാണ് ഈസ് ദ ബൂളിയൻ എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ. ട്രൂത്ത് ടേബിൾ എങ്ങനെ വരയ്ക്കും? ട്രൂത്ത് ടേബിൾ ആകെ രണ്ടെണ്ണേ ഉള്ളൂ. എ, y. എ എന്ന് പറഞ്ഞ സാറ് ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞത് ഭയങ്കര നെഗറ്റീവ് സാറാണ്. അങ്ങനെ പറഞ്ഞു നീ ക്ലാസ്സിൽ കയറണ്ട. തിരിച്ച് ക്ലാസ് ടീച്ചർ പറഞ്ഞു നീ ക്ലാസ്സിൽ കയറണ്ട, നിന്നെ ക്ലാസ്സിൽ കയറ്റണ്ട. ഉടനെ പ്രിൻസിപ്പൾ പറഞ്ഞു നീ ക്ലാസ്സിൽ കയറിക്കോ. പ്രിൻസിപ്പളും സാറും തമ്മിൽ അടിയാണ്. അതാണ് നോട്ട് ഗേറ്റ്. സാറ് പറഞ്ഞു നീ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു. ക്ലാസ് ടീച്ചർ പറഞ്ഞു ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു. പ്രിൻസിപ്പൾ പറഞ്ഞു വേണ്ട. പിന്നെ ക്ലാസ് ടീച്ചർ ചെറുക്കനെ പുറത്താക്കി, പ്രിൻസിപ്പൾ പിടിച്ചകത്താക്കി. ഇതാണ് നോട്ട് ഗേറ്റ്. ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ളവർ തന്നെയാണ്. പറഞ്ഞാൽ കേൾക്കൂല. നീ പായസം വയ്ക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നിന്റെ പായസം എനിക്ക് വേണ്ട, ഞാൻ ഇങ്ങനെ നിന്ന് പായസം വയ്ക്കും. ചില ആൾക്കാർ സ്വഭാവമേ, ജീവിക്കാൻ പറ്റൂല, എനിക്ക് തല്ലിക്കൊല്ലാനേ പറ്റും. ഇതാണ് നോട്ട് ഗേറ്റ്. ഇനി ഇൻവെർട്ടർ എന്ന് പറയും. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്. സാധനം വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞാൽ വാങ്ങിച്ചോണ്ടിരില്ല. എന്നാൽ നീ വാങ്ങിക്കേണ്ട, എങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചോണ്ടിരാം. നിങ്ങൾ പലരും വീട്ടിൽ പെരുമാറുന്നത് ഈ നോട്ട് ഗേറ്റാണ്. അച്ഛനമ്മ പറഞ്ഞാൽ കേൾക്കൂല. എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ ചെയ്യരുത്. അച്ഛനമ്മമാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക, ബഹുമാനിക്കുക. അത്രയും എനിക്ക് നിങ്ങളത് ഞാൻ ഒന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെ വേദനിപ്പിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നെയാണ്. അതിന് നിങ്ങൾ വേദനിപ്പിക്കുക, നന്നായിട്ട് പഠിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇങ്ങനെ ബേസിക് ഗേറ്റുകളെ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോക്കുക. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞ സിമ്പിൾ പ്ലസ്, നോട്ട് ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുത്ത്, നോട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, ഇതിനെ പറഞ്ഞ ഇൻവെർട്ടർ ഗേറ്റ് എന്ന് പറയും. സ്വിച്ച് ഓൺ ചെയ്താൽ ലൈറ്റ് കത്തുന്നതിന് പകരം ലൈറ്റ് അണയും. സ്വിച്ച് അണയ്ക്കുമ്പോഴത്തേക്ക് ലൈറ്റ് കത്തും. സ്ട്രീറ്റ് ലൈറ്റൊക്കെ സൺലൈറ്റ് പോകുമ്പോഴത്തേക്ക്, സൺലൈറ്റ് അണയുമ്പോഴത്തേക്ക് സ്ട്രീറ്റ് ലൈറ്റ് കത്തണം. ഒന്ന് ഓഫ് ആകുമ്പോഴത്തേക്ക് അടുത്തത് ഓൺ ആവണം. അതെല്ലാം നോട്ട് ഗേറ്റുകളാണ്. മറ്റു രാജ്യങ്ങളിലെല്ലാം 70കളിലോ 80കളിലോ ഇതൊക്കെ മെക്കാനിക്കൽ, 60കളിൽ മെക്കാനിക്കൽ സിസ്റ്റം വന്നു അവർക്ക്. സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നതും അണയുന്നതും ഒക്കെ. 80കളിലും 90കളിലും ഡിജിറ്റൽ ടെക്നോളജി വന്നതോടുകൂടി അവർ എല്ലാം ഡിജിറ്റലൈസ് ചെയ്തു. ഇന്ന് ഈ രാജ്യങ്ങളിലെല്ലാം, എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതും GPS-കളാണ്. GPS ആണ് തീരുമാനിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നപ്പോഴ്, സൂര്യൻ അണയുന്നത് എപ്പോഴ്, അതിനൊരു ടൈം ചാർട്ടുണ്ട്. അതനുസരിച്ച് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും, ഓട്ടോമാറ്റിക്കായിട്ട് അണയും. ആരും ഈ ഫ്യൂസ് കുത്താനൊന്നും നടക്കണേയില്ല. നമുക്ക് വളരെ ഗതികെട്ട് പോയ രാജ്യമായതുകൊണ്ട് ഇപ്പോഴും ഈ കമ്പിയും കൊണ്ട് നടക്കണത്. സന്ധ്യയാകുമ്പോഴത്തേക്ക് ഒരുത്തെ കമ്പി എടുത്തുണ്ടെങ്കിൽ കുത്തായി, നേരം എടുക്കുമ്പോഴത്തേക്ക് ഒരുത്ത അടുത്ത് ഉറങ്ങി വരും. ഇത് വലിയ ചൂരായി. ഒന്ന് ആലോചിക്കുക. ഇതൊക്കെ എത്ര സിമ്പിളാക്കി സാറ്റലൈറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഇനി ഇതിനകത്ത്
ഒരു കോമ്പിനേഷൻ പഠിക്കാനുണ്ട്. കോമ്പിനേഷൻ ഗേറ്റ്. കോമ്പിനേഷൻ NAT കോമ്പിനേഷൻ ഗേറ്റ്. കോമ്പിനേഷൻ ഗേറ്റ് 10,000 കണക്കിനുണ്ട്. 10,000 കണക്കിന്. നിങ്ങൾക്ക് അതിൽ ഒന്ന് പഠിക്കാനുള്ളത് NAND ഗേറ്റ്. NAND NAND gate. NAND gate. NAND gate is a universal gate. Is the universal gate. Entrance question ആയി. യൂണിവേഴ്സൽ ഗേറ്റ് ഏതാണ്? NAND ഗേറ്റ് ആണ്. എന്തുകൊണ്ട്? NAND ഗേറ്റ് വെച്ച് നമുക്ക് ഏത് ഗേറ്റും ഉണ്ടാക്കാൻ പറ്റും. NAND ഗേറ്റ്. എന്താണ് NAND ഗേറ്റ്? Here output of AND gate is fed to the input of NOT gate. അതായത് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുത്ത് നോട്ട് ഗേറ്റിൽ കൊടുക്കുമ്പോഴത്തേക്ക് നോ ആൻഡ് വിത്ത് നോട്ട് ഈസ് കാൾഡ് നാൻഡ്. തിരിച്ചാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് ആൻഡ് വിത്ത് വിഷയം പറഞ്ഞു വിത്ത് നോട്ട് ഈസ് കാൾഡ് നാൻഡ്. തിരിച്ചു പറയാം. അതുകൊണ്ട് ഞാൻ ആദ്യം പറയും നാൻഡ് ഗേറ്റ് എന്ന് പറയും. ഇത് യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. ആ യൂണിവേഴ്സൽ ഗേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പഠിക്കായിട്ടേക്കുന്നത്. ഇത് ബേസിക് ഗേറ്റുകളിലൊന്ന് തന്നെയാണ്. അതിന്റെ സിമ്പൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ആൻഡ് ഗേറ്റ് വരയ്ക്കണം. ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് ചന്തമില്ല. ആൻഡ് ഗേറ്റ് ആകുമ്പോഴത്തേക്ക് 2 ഇൻപുട്ടും ഒരു പുട്ട് ഔട്ട്. ഇതിനെന്ത് ചെയ്യണം? ഇതിനെ പിടിച്ചിട്ട് നോട്ടി കൊടുക്കണം. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അതായത് ആൻഡ് നോട്ട് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് നാൻഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ടേബിള് പഠിക്കുമ്പോഴേക്ക് A, B, ആദ്യത്തെ ഔട്ട്പുട്ട് Y', അവസാനത്തെ ഔട്ട്പുട്ട് Y. ഇക്വേഷൻ എനിക്ക് എങ്ങനെ പറയാം? Y ഈസ് ഈക്വൽ ടു Y' നോട്ട് എന്ന് അവസാനം വരയ്ക്കാം. ഈസ് ഈക്വൽ Y' എന്തുവാ? A ആൻഡ് B. Y എന്ന് പറഞ്ഞത് Y' നോട്ട്. ഇനി Y' എന്തുവാ? A കുത്തു B. ഇവിടെ കുത്തു B. അതായത് Y' എന്ന് പറഞ്ഞത് A കുത്തു B. Y' എന്താണോ അതല്ല Y. ഈസ് ദ ബൂളിയൻ എക്സ്പ്രഷൻ. ഇനി ട്രൂത്ത് ടേബിൾ.
എ ടി വൈ ഡാഷ് വയ്യ. അച്ഛൻ വന്നില്ല, അമ്മ വന്നില്ല, ക്ലാസ്സിൽ കയറ്റിയില്ല, പ്രിൻസിപ്പൾ കയറാൻ പറഞ്ഞു. സിമ്പിൾ. അച്ഛൻ വന്നില്ല, അമ്മ വന്നില്ല, ടീച്ചർ ക്ലാസ്സിൽ കയറ്റിയില്ല, പ്രിൻസിപ്പൾ കയറാൻ പറഞ്ഞു. അച്ഛൻ വന്നില്ല, അല്ലെങ്കിൽ അച്ഛൻ വന്നു, അമ്മ വന്നില്ല, ക്ലാസ്സിൽ കയറ്റിയില്ല, പ്രിൻസിപ്പൾ കയറാൻ പറഞ്ഞു. പ്രിൻസിപ്പൾ ആൻറ്റി സ്വഭാവമാണ്. അച്ഛൻ വന്നില്ല, അമ്മ വന്നു, ക്ലാസ്സിൽ കയറ്റിയില്ല, ആൻറ്റി കയറ്റിയാണ്, രണ്ടുപേരും മുന്നാലേ കയറൂ, പ്രിൻസിപ്പൾ കയറ്റി, കയറി പാടാൻ പറഞ്ഞു. അച്ഛനും വന്നു, അമ്മയും വന്നു, ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു, പ്രിൻസിപ്പൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ സാറന്മാരുണ്ട്, ഭയങ്കര ഉടക്കാണ് അവന്മാർ. ഇത്രയേ ഉള്ളൂ. ഈ ടേബിൾ തന്നിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറയും. ഇനി ഇതിന് ഒരു റെഡ്യൂസ്ഡ് ഡയഗ്രാം ഉണ്ട്, അതുകൂടെ വരച്ചു തരാം. റെഡ്യൂസ്ഡ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വരച്ച് കാണിക്കും. അതിന് ഒരു ചെറിയ മെത്തേഡ് ഉണ്ട് വരയ്ക്കാൻ. അതിന് ചെയ്യുന്നത്, പിള്ളേരെ ഇത് ആൻഡ് ഇതിൽ ഈ നോട്ടിൻ്റെ ആ ഡോട്ടോടെ ഇട്ട് കൊടുക്കും. രണ്ടും കൂടി ചേർന്നാ ഇനി 2 ഇൻപുട്ട്, എ ബി വയ്യ. ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ട് ഇതിന് എന്ത് പേര് പറയും? രണ്ടും കൂടി ചേർന്നുകൊണ്ട് ഇതിനെ നാൻഡ് എന്ന് പറയും. ഈസ് എ സിമ്പിൾ. ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. ഇത്രയുമാണ് എൻ്റെ പിള്ളേർക്ക് പഠിക്കാനുള്ള ടോപ്പിക്. മനസ്സിലായോ ഷാഹിന? ഇതൊരു പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, ദ ന്യൂ വേരിയൻറ്റ് മീൻസ് ദർ ഇസ് എ തേർഡ് വേരിയൻറ്റ് ഫൗണ്ട് ഇൻ UK, മോർ വിഗറസ്. മറ്റൊരു സാധനം ഇപ്പം കണ്ടിട്ടുണ്ട്. അതിലേക്ക് വേണ്ട പുതിയ വാക്സിൻ തയ്യാറാക്കുന്നു ഉടനെ തന്നെ. നിങ്ങൾ ഒരു കാരണവശാൽ വീടിന് പുറത്തിറങ്ങി നടന്നുകളയല്ലേ എൻ്റെ പിള്ളേരെ. ഓക്കെ, ക്ലിയർ ആയോ? വൃത്തിയോട് മാറിയില്ലേ? ഒരു ശില്പം ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കമ്പ്യൂട്ടറിൽ. അങ്ങനെ ഗേറ്റ് സർക്യൂട്ടുകളെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 4ഉം കൊടുത്തിട്ട് ഞാൻ കുറേ കോമ്പിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ല. പിന്നെ പഠിക്കാൻ ആവശ്യമുള്ളവർ പഠിക്കുക, അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളുള്ളത് ഓടിച്ചു പറയാം. എ ലോജിക് ഗേറ്റ് ഈസ് ലൈക്ക് എ ഗേറ്റ് ദാറ്റ് ഹാസ് ഓൺലി 2 സ്റ്റാറ്റസ്, either open or close, on or off, yes or no എന്ന് പറയും. So a gate circuit is one which has only one status in the output. ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റി 2 കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഒന്നെങ്കിൽ തുറന്നു തരും അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കും. എന്താണ് ലോജിക് ഗേറ്റ്? എ ലോജിക് ഗേറ്റ് ഈസ് എ സർക്യൂട്ട് വിച്ച് ഹാസ് സം ലോജിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് തരുന്നതിന് മുമ്പ് ഇൻപുട്ട് ഒന്ന് വെരിഫൈ ചെയ്യും, എന്നിട്ട് തുറന്നു തരുള്ളൂ. അങ്ങനെ ചെയ്യാവുന്ന 3 തരത്തിലുള്ള ലോജിക്കൽ റിലേഷൻസേ പ്രകൃതിയാൽ തന്നെ ഉള്ളൂ. ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഓർ ഗേറ്റും ആൻഡ് ഗേറ്റ് 2 ഇൻപുട്ടും, നോട്ടിന് 1 ഇൻപുട്ടേ ഉള്ളൂ. പക്ഷേ ഇതിന് 3ൻ്റെയും ഔട്ട്പുട്ട് ഒന്ന് തന്നെയാണ്.
ഓർ ഗേറ്റ് പെർഫോംസ് ദ ഓർ ഓപ്പറേഷൻ എ ഓർ ബി. ആരെങ്കിലും ഒരാൾ വാ, അച്ഛനോ അമ്മയോ വാ, ആരെങ്കിലും ഒരാൾ വന്ന ക്ലാസ് കയറിക്കോ. സിമ്പൽ മനസ്സിലായി. അതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ ചോദിക്കുന്നതൊക്കെ. ആന്റി ഗേറ്റ് ആകുമ്പോഴത്തേക്ക് രണ്ടുപേരും വരണം, അച്ഛനും വരണം, നീ അമ്മയും വരണം. അതുകൊണ്ടാണ് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡോട്ട് വരും, അതിന്റെ ഔട്ട്പുട്ട് y = a ഡോട്ട് ബി. അച്ഛയില്ല അമ്മയില്ല, ഞാൻ പറഞ്ഞ ഉറക്കമില്ലല്ലോ. അച്ഛനും വന്നു അമ്മയും വന്നു, ചെറുക്കൻ ക്ലാസ്സിൽ കയറിയിരിക്കാനും തുടങ്ങി. പിന്നെ വരുന്ന നോട്ട് ഗേറ്റ്, നേരെ തലകുത്തനേക്കുന്ന ഇൻവെർട്ടർ ഗേറ്റ് എന്ന് പറയും. ഇൻവെർട്ടർ ഗേറ്റ്. എന്തുണ്ടോ ഇല്ല എന്ന് പറയുക. ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്. ക്ലാസ്സിൽ കയറാൻ സാറ് പറഞ്ഞു, പ്രിൻസിപ്പൾ കയറ്റുന്നില്ല. ക്ലാസ്സിൽ കയറണമെന്ന് സാറ് പറഞ്ഞു, പുറത്ത് നിർത്തി, പ്രിൻസിപ്പൾ ഒന്ന് ക്ലാസ്സിനകത്ത് പിടിച്ചിരുത്തി. സിമ്പിൾ. അതിൻ്റെ അകത്ത് എ ഡാഷ് എ ബാർ എന്ന് പറയും. എ നോട്ട് എ ബാർ. എ നോട്ട് എന്ന് വായിക്കും, എ ബാർ എന്ന് വായിക്കും. കോമ്പിനേഷൻ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് അതിൽ നാൻഡ് ഗേറ്റ് ആണ് പഠിക്കുന്നത്. നാൻഡ് ഗേറ്റ് യൂണിവേഴ്സൽ ഗേറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഗേറ്റ് നോണ്ട് ഗേറ്റും അതേപോലെ. ആൻഡ് ഗേറ്റും നോറും കൂടി ചേർന്നതിന് നോർ ഗേറ്റ് എന്നൊരു സാധനമുണ്ട്. നോർ ഗേറ്റ്. ഓർ ഗേറ്റും ആൻഡും കൂടി ചേർന്നതിന് നോർ ഗേറ്റ്. പിന്നെ അതിൻ്റെ കോമ്പിനേഷൻസ് അനേകായിരം. ഞാൻ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, അനേകായിരം. ഈ കോമ്പിനേഷൻ ഗേറ്റുകളാണ് നമ്മൾ ഈ കാണുന്ന ഡിജിറ്റൽ സർക്യൂട്ടുകൾ മുഴുവനും. കമ്പ്യൂട്ടർ മുഴുവൻ ഈ സാധനമാണ് മൊത്തം ചെയ്യുന്ന. ഈ സാധനം ഒളിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ കോമ്പിനേഷൻസ് ആണ് അത് ഉപയോഗിക്കുന്നത്. മനസ്സിലായി? ഇവിടെ ഔട്ട്പുട്ട് ഓഫ് എൻ ആൻഡ് ഗേറ്റ് ഈസ് ഫെഡ് ടു ദി ഇൻപുട്ട് ഓഫ് എ നോട്ട് ഗേറ്റ്. y = y ഡാഷ് അല്ല, y ഡാഷ് നോട്ട്, എ ഡോട്ട് ബി നോട്ട്. അവിടെ ഒരു നോട്ട് വിട്ടുപോയി. എ ഡോട്ട് ബി നോട്ട് വായിച്ചുകൊണ്ടാണ് കണ്ടത്. നോട്ട് ഈസ് ദ ബൂളിയൻ എക്സ്പ്രഷൻ. അതിൻ്റെ ഡയഗ്രം എന്ന് പറഞ്ഞത് ഈ ഇതോടെ വരച്ച് കാണിക്കുമ്പോഴത്തേക്ക് രണ്ടും ഒന്നായി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എൻ്റെ ട്രൂത്ത് ടേബിൾ പറയുമ്പോഴത്തേക്ക് അച്ഛൻ വന്നില്ല, അമ്മ വന്നില്ല, ക്ലാസ്സിൽ കയറണ്ടെന്ന് പറഞ്ഞു. ഹെഡ് മാസ്റ്റർ ഒന്ന് കയറ്റി ഇരുത്തി. അച്ഛൻ വന്നില്ല, അമ്മ വന്നു, അച്ഛൻ വന്നു, അമ്മ വന്നില്ല, ക്ലാസ്സിൽ കയറ്റണമെന്ന് പറഞ്ഞു. ഹെഡ് മാസ്റ്റർ ഒന്ന് കയറാൻ പറഞ്ഞു. തിരിച്ച് അതേപോലെ അച്ഛൻ വന്നില്ല, അമ്മ വന്നു, സാറ് ക്ലാസ്സിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. പ്രിൻസിപ്പൾ പറഞ്ഞു, അവൻ പറഞ്ഞേ കയറണമെന്ന്, നീ കയറിക്കോളാന്ന് പറയും. അച്ഛനും വന്നു, അമ്മയും വന്നു, സാറ് ക്ലാസ്സിൽ കയറ്റിയിരുത്തി, പ്രിൻസിപ്പൾ ക്ലാസ്സിന് പുറത്താക്കി. സിമ്പിൾ. ഇനി ഇതിനകത്ത് കമ്മ്യൂണിക്കേഷനകത്ത് ഒരു ചെറിയ പ്രധാന സാധനം കൂടെ ഉണ്ട്. അത് ജനറൽ റൂളായിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതർത്ത്. ഇതിനകത്ത് ആകെ എൻട്രൻസിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇതർത്ത് ഓഫ് റേഡിയസ് ആർ. പ്രോബ്ലം വരും ഇതിനകത്തുനിന്ന്. പ്രോബ്ലം അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരുന്നത്. സമയം കിടക്കയില്ല. ബാക്കി ട്രാൻസ്മിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രാൻസ്മിറ്റിംഗ് ആന്റിന വേണം. നമുക്ക് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ട 3 കാര്യങ്ങൾ: ഒരു ട്രാൻസ്മീറ്റർ, ഒരു റിസീവർ, ഒരു മീഡിയം. ട്രാൻസ്മീറ്റർ എന്ന് പറയുന്നത് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റിസീവർ എന്ന് പറയുന്നത് ആരാണോ സിഗ്നൽ റിസീവ് ചെയ്യുന്നത് ആ ഉപകരണം. ആ സിഗ്നലിന് കടന്നു പോകാൻ വേണ്ടുന്ന സാധനമാണ് മീഡിയം എന്ന് പറയുന്നത്. മീഡിയം സാധാരണ രീതിയിൽ എയർ ആണ് മീഡിയം. ദൂരദർശൻ പ്രോഗ്രാം എല്ലാം വരുന്ന എയറിലാണ്. നിങ്ങളെ വീടിയിരിക്കുന്ന കോർഡ്ലെസ് ഫോൺ നോക്കുക, അതിനൊരു ബേസ് കാണും. അതേപോലെ തന്നെ നിങ്ങളെ കയ്യിലൊരു സാധനമുണ്ട്, നിങ്ങളെ കയ്യിരിക്കുന്ന സാധനം ട്രാൻസ്മീറ്റർ, ബേസിലിരിക്കുന്ന സാധനമാണ് റിസീവർ. അത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എയർ മീഡിയം വഴിയാണ്. അപ്പോൾ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ടവർ ചെയ്യും. നമ്മൾ തിരുവനന്തപുരത്ത് ടവർ ചെയ്തിരിക്കുന്ന കുടപ്പനക്കുന്നിലാണ്. ഇതിന്റെ പുറത്താണ് ട്രാൻസ്മിറ്റിംഗ് ആന്റിന പ്ലേസ് ചെയ്യുന്നത്. ഇവിടെയാണ് ഒരു ആന്റിന പ്ലേസ് ചെയ്യുന്നത്. ആന്റിന ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ഹൈറ്റ്. ഇവിടുന്ന് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിഗ്നൽസ് എല്ലാ ഡയറക്ഷനിലേക്കും പോകും. സിഗ്നൽസ് കുറേ അങ്ങോട്ട് പോവും, കുറേ സിഗ്നൽസ് അങ്ങോട്ട് പോവും, കുറേ സിഗ്നൽസ് അങ്ങോട്ട് പോവും, കുറേ സിഗ്നൽസ് ഇങ്ങോട്ട് പോവും,
കുറേ സിഗ്നൽസ് ഇങ്ങനെ വരും, കുറേ സിഗ്നൽസ് ഇങ്ങനെ പോവും, കുറേ സിഗ്നൽസ് ഇങ്ങനെ പോവും, എല്ലാ ഡയറക്ഷനിലേക്കും. ഇതാണ് കൊടപ്പനക്കുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാധനം. കൊടപ്പനക്കുന്ന്, കൊടപ്പനക്കുന്ന്. ഈ ടാൻജൻഷ്യലായിട്ട് കട്ട് ചെയ്യുന്ന പോയിന്റ് വരെ മാത്രമേ നമുക്ക് സിഗ്നൽസ് കിട്ടുള്ളൂ, സിഗ്നൽസ് യൂസ് ചെയ്യാൻ പറ്റൂ. പിന്നെയുള്ള സിഗ്നൽസ് എർത്തിന്റെ കർവേച്ചർ കാരണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. ഈ 90 ഡിഗ്രി എവിടെ വെച്ചാണോ 90 ഡിഗ്രി സെറ്റ് ആവുന്നത് അതുവരെയുള്ള ഈ ദൂരത്തിന് ഇവിടെ മുതൽ ഇതുവരെ നമുക്ക് ഈ എൻഡ് മുതൽ, ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ എൻഡ് മുതൽ, അതായത് എ മുതൽ ഈ വരെ ഇത്രയും ദൂരമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ആന്റിന വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റേഞ്ച് നമുക്ക് ഇതിനാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് അപ് ടു വിച്ച് വി ക്യാൻ യൂസ് ദ സിഗ്നൽസ്. ഇത് കഴിഞ്ഞുള്ള സിഗ്നൽ കിട്ടൂല, കാരണം എർത്ത് കഴിഞ്ഞാൽ പിന്നെ സ്കാറ്റർ ചെയ്ത് പോകും. ശരിക്കും പറഞ്ഞാൽ ഈ സിഗ്നൽ ഇതുവരെ വരുള്ളൂ, പിന്നെ അങ്ങോട്ട് സിഗ്നൽ കിട്ടൂല നമുക്ക്. ഈ സിഗ്നലൊക്കെ വളരെ അകലെയാ, ഇത് സ്പേസിലാണ് പോകുന്നത്. ഇതാണ് എർത്തിലേക്ക് വരുന്ന വേവ്, ഇത് സ്പേസ് ആണ്, ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ എർത്തിലേക്ക് വരുന്ന വേവ്സ് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ സിഗ്നൽസ് എല്ലാം നമുക്ക് എർത്തിലേക്കാണ് വരുന്നത്, ഇതെല്ലാം എർത്തിലേക്കാണ് വരുന്നത്. നമുക്ക് എർത്തിലേക്ക് വരുന്ന സിഗ്നൽസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നല്ല റേഞ്ച് കിട്ടും. തിരുവനന്തപുരത്തിനകത്താണ് ഇരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ദൂരം കഴിയുമ്പോൾ എർത്തിന്റെ കർവേച്ചർ കാരണം പിന്നെ സിഗ്നൽ കിട്ടൂല. ഒരു പർട്ടിക്കുലർ ദൂരം മാത്രമേ പോവുള്ളൂ. അപ്പൊ ഞാനിവിടെ ഒരു ഡോട്ടഡ് ലൈൻ ഇടയാം. ശരിക്കും പറഞ്ഞ ഒരു ട്രയാങ്കിൾ ആയി. നോക്കി, ഇത് ട്രയാങ്കിൾ ആകുമ്പോൾ അല്ലെങ്കിൽ R+H ആയി. ആയല്ലോ. ഞാനിതിന് O എന്ന് പേര് കൊടുക്കുന്നു. P എന്ന് പേര് കൊടുത്തു. ഇതിന് ഞാൻ B എന്ന് പേര് കൊടുത്തിട്ടുണ്ട് അവിടെ. ഓക്കെ, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് PB സ്ക്വയർ? പൈതഗോറസ് തിയറം, ഇത്രയേ ഉള്ളൂ. PB സ്ക്വയർ, ക്യാപിറ്റൽ ലെറ്റർ ഓണ, PB സ്ക്വയർ ഈസ് ഈക്വൽ ടു OB സ്ക്വയർ പ്ലസ് OP സ്ക്വയർ. പൈതഗോറസ് തിയറമായി. ഈ ദൂരത്തിനാണ് നമ്മൾ D എന്ന് പറയുന്നത്. ഈ ദൂരത്തിനാണ് നമ്മൾ D എന്ന് പറയുന്നത്. ഈ ദൂരമാണ്. ഈ ദൂരത്തിന് നമ്മൾ അതിനാണ് റേഞ്ച് എന്ന് പറയുന്നത്, D. ഇങ്ങനെ എടുക്കണം. ഇതാണ് ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് ഇവിടെയാണ് വരുന്നത്. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് OP സ്ക്വയർ ആണ്. സോറി, OP സ്ക്വയർ ഈസ് ഈക്വൽ ടു OB സ്ക്വയർ പ്ലസ് PB സ്ക്വയർ. തിരിച്ചു പോയി എഴുതിയത്. ശരി, OP സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രാക്കറ്റിനകത്ത് R+H the whole square is equal to OB സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് R സ്ക്വയർ പ്ലസ് PB എന്ന് പറയുന്നത്. നോക്കുക, ഹൈറ്റ് ഓഫ് ദി ചെറുതാണ്, ഭയങ്കര ഹൈറ്റ് ഒന്നും വരത്തില്ല. എർത്തിന്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹൈറ്റ് വളരെ ചെറുതാ. എന്ന് പറഞ്ഞാൽ PB എന്നുള്ളതിന് പകരം എനിക്ക് D എടുക്കാൻ പറ്റും. D എന്ന് പറഞ്ഞാൽ ഈ ദൂരം, ഈ PB എന്ന് പറയുന്ന ദൂരവും ഈ D എന്ന് പറഞ്ഞ ദൂരമൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസം വരത്തില്ല. കാരണം ഹൈറ്റ് ഓഫ് ദി ആന്റിന വളരെ ചെറുതാ. എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റർ, ഹൈറ്റ് ഓഫ് ദി ആന്റിന 300 മീറ്റർ അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ 400 മീറ്റർ. 1/2 കിലോമീറ്റർ റേഞ്ച് ഹൈറ്റ് ഒന്നും വരത്തില്ല. 400 മീറ്റർ തന്നെ ഭയങ്കര ഹൈറ്റാ. നമ്മളിവിടെ ട്രിവാൻഡ്രത്തുള്ള 280 മീറ്ററാ.
അപ്പൊ എർത്തിന്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഹൈറ്റ് ഓഫ് ദി ആന്റിന ഭയങ്കര ചെറുതായതുകൊണ്ട് പി ബി എന്നുള്ളതിന് പകരം എനിക്ക് ഡി എന്ന് എടുത്താൽ മതി, പ്ലസ് ഡി സ്ക്വയർ, ഡി സ്ക്വയർ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് 2r h is equal to r square plus d square. ഇതിൽ r square കട്ട് ചെയ്ത് പോകും. h വളരെ ചെറുതാ, സ്ക്വയറിനെ കളയാം. പിന്നെ ബാക്കി വരുന്നത് h സ്ക്വയറിനെ കളയാൻ കാരണം ഈ ഹൈറ്റ് വളരെ ചെറുതായതുകൊണ്ടാണ്. പിന്നെ ബാക്കി വരുന്നത് പാർട്ട് എന്ന് പറയുന്നത് 2rh is equal to d square. Therefore d is equal to root of 2rh. 2 is a constant, r is a constant, so is equal to proportional to എഴുതിയാലും മതി, അല്ലെങ്കിൽ proportional to root of h. ഇതാണ് പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ റേഞ്ച് കൂടണമെങ്കിൽ, ഡി എന്ന് പറഞ്ഞാൽ റേഞ്ച് കൂടണമെങ്കിൽ ഹൈറ്റ് ഉള്ള സ്ഥലത്തുനിന്ന് വേണം ട്രാൻസ്മിറ്റ് ചെയ്യാൻ. തിരുവനന്തപുരത്ത് ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം എന്ന് പറയുന്നത് കുടപ്പനക്കുന്നാണ്. കുടപ്പനക്കുന്ന് ടവർ കെട്ടി പിന്നെയും ഹൈറ്റ് കൂട്ടിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടു ഗെറ്റ് മാക്സിമം കവറേജ്, transmission must be done from greater height. That is, antenna must be placed at very high height. Very high എന്ന് എഴുതിയാലും മതി. വെരി ഹൈ, പ്ലേസ് അറ്റ് വെരി ഹൈ. ഈ ഒരു പ്രൂഫാണ് ആകെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിപ്പോൾ ഇല്ല സിലബസിൽ, പക്ഷേ എൻട്രൻസിന് പ്രോബ്ലം ഇത് വച്ചിട്ട് വരും. ഇത്ര റേഞ്ച് പോപ്പുലേഷൻ കവർ ചെയ്യാനായിട്ട് ഹൈറ്റ് ഓഫ് ദി ആന്റിന താഴെ പറയുന്നതിൽ ഏതാണ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാനുള്ള ചോദിച്ചിട്ടുണ്ട്.